So, welcome to the very first episode of Elephant Thing, അഥവാ ആനക്കാര്യം. ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഇതാണോ ക്യാമറ? അപ്പോൾ ഇതൊരു മൊബൈൽ ഫോണല്ലേ? അപ്പോൾ ഇതെന്താ അവിടെ DSLR പിടിച്ചിരിക്കണ ചേട്ടനോ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്താ ഇവിടെ ഇന്ന്? ആനക്കാര്യം. So this program is called Elephant Thing, അഥവാ ആനക്കാര്യം. നമ്മൾ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ടോക്ക് ടു ദി ആർട്ടിസ്റ്റ് ബിഹൈൻഡ് ദ മൂവി. അവരായിട്ടൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്കഷൻ, ആ സിനിമ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ, ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആനകളെ കുറിച്ച് സംസാരിക്കാനല്ല മിസ്റ്റർ, മനസ്സിലായോ? സർ ബാക്കിൽ കണ്ട ഒരു ഡോറ്, അതിൽ കൂടെ ഇങ്ങനെ പോവാം. താങ്ക് യു. സോ ഇത് പുള്ളി അവിടെ തന്നെ ഇരിക്കണ്ട്, ഒന്ന് പിടിച്ച് പുറത്താക്കണം കേട്ടോ. രണ്ട് കാലും തല്ലണേ. അപ്പോൾ this program is called Elephant Thing. If you like the title Elephant Thing, ആനക്കാര്യം നല്ല ടൈറ്റിലല്ലേ? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യണം കേട്ടോ ഈ കമൻസിനകത്ത്. ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ്, അതുകൊണ്ടാണ്. പക്ഷേ അത് ഈ ടൈറ്റിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ അവിടെ ഉണ്ട്, പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം, ഡയറക്റ്റ് വിളിച്ചോളൂ. So this program, as I mentioned, we are going to talk about movies. നമ്മൾ അതിൻ്റെ പുറകെ ഡയറക്ടർ, ആർട്ടിസ്റ്റ് അവരെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. going to talk to them, talk about the movie. ആൻഡ് ഇന്നത്തെ നമ്മുടെ വെരി ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് തുറമുഖം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. രാജീവ് രവിയുടെ ഒരു ഫിലിമാണ്. 2020 ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയായിരുന്നു സംഭവിക്കേണ്ടായിരുന്നത്? പാൻഡമിക്, ലോക്ക്ഡൗൺ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെ എല്ലാം കാരണം കൊണ്ട് ഫൈനലി ഇവിടെ ചെന്ന് എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ നല്ല ബോറായിരുന്നു. സോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇൻ ഓർഡർ ഫോർ ദാറ്റ് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ കാണാം. ഓക്കെ, അപ്പോൾ സോ നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് വെറുക്കണ്ട, ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് വെറുക്കാം. അങ്ങനെ നമ്മളെ വെറുക്കൽ ഇങ്ങനെ ഷെയർ ചെയ്ത് ഈക്വലി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ലൈക്ക് ഐ സെഡ്, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഡോണ്ട് വറി, മേഹുന. സോ വിതൗട്ട് മച്ച് ഫർദർ ഡിലേ, പ്ലീസ് വെൽക്കം ദ കാസ്റ്റ് ഓഫ് തുറമുഖം. Yes, we have Arjun Ashokan and Purnima Indrajit here. Hello. So I didn't want to directly start with the film because നിങ്ങളുടെ ഈ ഇനീഷ്യൽ ഇൻട്രാക്ഷൻ കണ്ടുകൊണ്ട് I'm enjoying this big sister anian energy which you have going here. നിങ്ങൾ തമ്മിൽ what is that? അതെങ്ങനെയാണ് ഈയിടെ ഡെവലപ്പ് ചെയ്താണോ? സിനിമ കണ്ടാൽ മനസ്സിലാവും. Oh, this already സിനിമയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സിനിമയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കണം. So in that case, സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ this is again രാജീവ് രവി film. So what was your experience like? എന്ത് കാഷ്വലായിട്ടല്ലേ ആ ചോദ്യം അറിഞ്ഞു തന്നത്. സിമ്പിളായിട്ട് ആ പേര് തന്നെ എല്ലാം ഉണ്ട്. എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ? ഹൗ കെൻ യു ഡിസ്ക്രൈബ് ആൻ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പണ്ടാരി സോളാർ സിസ്റ്റം അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താ പറയാ? ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾ രാജീവേട്ടന്റെ കുറെ പടങ്ങൾ കണ്ടുകൊണ്ട് യു മൈറ്റ് നോ ഹൂ ഹി ഈസ് ആൻഡ് വാട്ട് ഹി മേക്സ്. പക്ഷെ ആ സിനിമ, ആ സെറ്റിൽ ടു ബി ദേർ, ടു ബി ഇൻ ദാറ്റ് സ്പേസ് ടൈം ഇൻ റിയൽ ലൈഫ്, ഒബ്വിയസ്ലി ആ ടൈം പീരീഡ് നമ്മൾ ജീവിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബൈ ദ ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്യണില്ല, ഇത് വെറും ചാടക്കി വെച്ചിരിക്കുക. ഇത് 3 മാസം മുൻപ് തന്നെ അടിച്ചു പോയ ലാപ്ടോപ്പ്, ഈ കപ്പിനെ പോലെ അതിനകത്തൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഫോണിലിരുന്നിട്ടാണ് കാണുന്നത്. Going that obviously ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻസ് വായിച്ചു തോന്നുന്നു because that was question number 2 which is time period. എപ്പോൾ കിട്ടിയ ചോദ്യം? എനിക്ക് കിട്ടിയില്ല. അല്ല നമ്മൾ ഞാൻ വായിച്ചിട്ടില്ല. അല്ല നിങ്ങൾക്ക് next question being which is time period ആണല്ലോ പറഞ്ഞത്. അതെ. What was the sets like, നിങ്ങളുടെ dialogues, the language itself, all those things എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ? How did that feel? എനിക്ക് പിന്നെ ഒബ്വിയസ്ലി കൊച്ചി സ്ലാങ് ആയതുകൊണ്ട് ഭയങ്കര കാഷ്വലാണ് അർജുന, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് പറഞ്ഞത്. സിംഗ് സൗണ്ട് ആയതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ കുറച്ച് ചില വാക്കുകൾ പണ്ട് ഉപയോഗിച്ച വാക്കുകൾ ആഡ് ഓൺ ചെയ്യാനായിട്ട് ആ ഡ്രാമയിൽ അഭിനയിച്ച ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഗോപൻ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുൾ ടൈം സെറ്റിൽ ഉണ്ട്. റൈറ്റർ ഗോപൻ ചിദംബരം, ആ സാറും ഉണ്ടായിരുന്നു. കൂടെ ആ നാടകം അഭിനയിച്ച് നമ്മുടെ ക്യാരക്ടേഴ്സ് അഭിനയിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ ഹെൽപ്പും കുറെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പ്രോപ്പർ സ്കൂളായിരുന്നു. നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നു ഫിലിം ചെയ്യാനായിട്ട്? ഹോംവർക്ക് എല്ലാവരും ചെയ്യണമല്ലോ. ലൈക്ക് അത് റിഗാർഡ്ലെസ് ഓഫ് വേർ യു ഗോ, ദർ ഇസ് സെറ്റ് ഓഫ് എ ഹോംവർക്ക് വിച്ച് ഇസ് എക്സ്പെക്ടഡ് ഔട്ട് ഓഫ് എൻ ആക്ടർ വെൻ ഹി ഗോസ് ഓൺ സ്ക്രീൻ. സോ അതെന്തായാലും ഉണ്ട്. പക്ഷെ അതിനെ മേലെ ദ ഹോൾ എൻവയോൺമെന്റ് ഭയങ്കര കോംപ്ലിമെന്റ് ചെയ്യുന്നതായിരുന്നു. ഈ അർജുൻ പറഞ്ഞ പോലെ സെറ്റിലെ ആൾക്കാരാണെങ്കിലും അതിനകത്ത് വർക്ക് ചെയ്തവരാണെങ്കിലും ബാക്കിയുള്ള കാസ്റ്റ് ആണെങ്കിലും ശരിക്കുമുള്ള തുറമുഖം
എന്ന ഡ്രാമയുടെ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ ഡ്രാമ എന്ന് പറയുന്നത്. അവർ എത്രയോ കാലം സഞ്ചരിച്ചതാണ് ആ ഡ്രാമയിലൂടെ. സോ അത് നമ്മളെ അതിലേക്ക് കൊണ്ടുവരിക, ആ ഒരു എക്സ്പീരിയൻസ് നമുക്കത് ഷെയർ ചെയ്യുക, അതിലേക്ക് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതൊരു ട്രെയിനിങ് പ്രോസസ്സാണ്. അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല. ആസ് ഡേയ്സ് വെന്റ് ബൈ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. became part of you basically. So പിന്നെ ഒബ്വിയസ്ലി ആർട്ട് ചെയ്ത ഗൂഗിളൻ ചേട്ടനാണ് ആർട്ട്, അതിന് അവാർഡും കിട്ടി. ആർട്ട് ചെയ്തു വെച്ചത് ആ സെറ്റ് ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു പാർട്ടായി. അതെ, ഞങ്ങൾ നേരത്തെ അത് പറയണ്ടായിരുന്നു. ആദ്യം നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ സ്പോട്ടെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാ ഇത്രയും യുനോ റിയൽ ടു ഇറ്റ്സ് ടു റിയൽ ഇന്റീരിയേഴ്സ് ആയാലും ഒരു വീടിന്റെ ആ കാലഘട്ടത്തിൽ ഇതായിരുന്നു. പക്ഷെ ഇവൻച്വലി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള അവസാന ദിവസം നമ്മൾ ആദ്യം ഇറ്റ് ഫെൽ ലൈക്ക് യുനോ വാട്ട് ഈസ് ദിസ്, പക്ഷെ അവസാന ദിവസമായപ്പോൾ വി ഡിഡ് ജസ്റ്റ് ഇറ്റ് ഫെൽ ലൈക്ക് യുവർ ഹോം. അത് അവിടുന്ന് പൊളിച്ച് മാറ്റണ ദിവസം ഓർമ്മയുണ്ടോ? ഇറ്റ് ഇസ് ടു ഇമോഷണൽ ഫോർ ഓൾ ഓഫ് us. single tear ഇങ്ങനെ സിംഗിൾ ആയിരുന്നില്ല, ആരും കരഞ്ഞൊന്നുമില്ല. പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് ഷെയർഡ് ബൈ ഓൾ ഓഫ് us. ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിലേക്ക് ഇരുന്ന് എല്ലാവരും കുടുംബ ഫോട്ടോ ഒക്കെ എടുത്തു. കുടുംബ ഫോട്ടോ എടുത്തു. കുടുംബ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആസ് ഇൻ ലൈക്ക് നിങ്ങളായിട്ടാണോ അതോ നിങ്ങളുടെ കഥാപാത്രമായിട്ടാണോ? കഥാപാത്രങ്ങളുടെ കുടുംബം. ഓക്കെ. അതെല്ലാം അമ്മയും മക്കൾ. ഓക്കെ. സോ ഇപ്പോൾ അമ്മയും മക്കളുടെ കാര്യത്തിൽ തന്നെ ജസ്റ്റ് ട്രെയിലർ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, വിച്ച് ഇസ് ഓഫ് കോഴ്സ് 2 ബ്രദേഴ്സ് ഉണ്ട്, അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്, വിച്ച് ഇസ് വൺ ഇസ് ഓഫ് കോഴ്സ് യുവർ ക്യാരക്ടർ ഹംസ, പിന്നെ ഓഫ് കോഴ്സ് മട്ടാഞ്ചേരി മൊയ്തു. അപ്പോൾ അവരുടെ 2 അമ്മയായിട്ടാണല്ലോ നിങ്ങളുടെ കഥാപാത്രം ഇങ്ങനെ ഇതിൽ. അപ്പോൾ സോ ഒരു അനിയത്തിയും കൂടി ഉണ്ട്. ഒരു അനിയത്തി ഉണ്ട്. 3 മക്കളാണ്. ഓക്കെ. മൊയ്തു, ഹംസ, കാച്ചി. ദർശനയും ഉണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ റിസർച്ച് ഒക്കെ നടത്തണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. താങ്ക്സ്. പണി പോവാ. അപ്പോൾ ട്രെയിലറിനകത്ത് ലൈക്ക് ഷീസ് ഐ തിങ്ക് ഇൻ 2 ഷോട്ട്സ്. പക്ഷേ ഇതാണ് ഒരു പ്രമിസ് മനസ്സിലായില്ല. അപ്പോൾ സോ അഗൈൻ ഒരു ഓൾഡർ ക്യാരക്ടർ വിത്ത് ദീസ് പീപ്പിൾ, ബിക്കോസ് ലൈക്ക് ഐ സെഡ് നേരത്തെ നിങ്ങളുടെ ചേച്ചി വൈബാണ് കിട്ടിയത്. സോ അമ്മയാകുമ്പോൾ ലൈക്ക് വാസ് ഇറ്റ് ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിരുന്നു, ഓർ വാസ് ഇറ്റ് ലൈക്ക് ഈ യൂഷ്വൽ, ബിക്കോസ് നമ്മൾ ഇന്ത്യൻ ഫിലിമിൽ കാണുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ യൂഷ്വലി ഇറ്റ്സ് ലൈക്ക് എൻ്റെ മക്കൾ എന്താണ് ആർ ഫൈറ്റിംഗ് വാട്ട് ടു ഡു, ഞാൻ അങ്ങനെ ഒരു ഹെൽപ്ലെസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയില്ലല്ലോ. നമുക്ക് ശരിക്കും ഒരു ഉമ്മ ഫീലിംഗ് തന്നെ ഉണ്ടായിരുന്നു ആക്ച്വലി. എന്ന് വെച്ചാൽ പക്ഷെ എന്നെക്കാട്ടും കൂടുതൽ കെയർ എൻ്റെ ഇക്കാനായിരുന്നു. എല്ലാ വീട്ടിലത്തെ പോലെ ഇവിടെ ഉണ്ട്. പട്ടിപ്പണി ഞാൻ എടുക്കുകയും ചെയ്യണം. എന്നെക്കാളും ചേട്ടനെ ഇഷ്ടം, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല. അതുണ്ടായിരുന്നു. പക്ഷെ ടു ബി ഫ്രാങ്ക് നമുക്ക് ആ ക്യാരക്ടറിനെ ഫീൽ ചെയ്യായിരുന്നു. ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും എല്ലാവരെ കൊണ്ടും ഭയങ്കര ചേഞ്ചസ് ആയിട്ട് ഭയങ്കര നല്ല നല്ല പണിയെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് കടം കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പണി ആസ് ഇൻ ലൈക്ക് ഫോർ ദ ക്യാരക്ടർ. അത് നിങ്ങളിപ്പോൾ 2 ആണെങ്കിൽ ഇങ്ങനെ അഗൈൻ ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഹെഡ് എന്ന് പറയുന്നത് രാജീവേട്ടൻ. അല്ല നോ, ബിക്കോസ് ദ വേ യു ആർ ഡിസ്ക്രൈബിംഗ് ഇസ് ദാറ്റ് ദി വോയിസ് ഓഫ് ഗോഡ് ഇസ് സ്പീക്കിംഗ് ടു us എന്ന് പറഞ്ഞ രീതിയിൽ ആസ് ഇൻ നിങ്ങളുടെ യു ആർ ബേസിക്കലി ഫാൻസ് ഓഫ് യുവർ ഓൺ ഡയറക്ടർ എന്ന പോലെ ആ ഒരു വൈബാണോ? ഇസ് ദാറ്റ് യുവർ റിലേഷൻ യു ഫെൽ? No, there is so much of we are in awe of the whole craft, you know. അതിപ്പോൾ ഇൻഡിവിജ്വലി ഒരാളുടെ പേരെടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു ക്രാഫ്റ്റ് ഉണ്ടാവണ എപ്പോഴും എത്രയോ പേരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് അവരുടെ ഓരോ ഡീറ്റെയിലിങ്ങിലും അവർ ഇമോഷണലി ഇൻവെസ്റ്റ് ദെംസെൽസ് ഇൻ ദാറ്റ് അല്ലേ. അപ്പം അങ്ങനെയാണ് ഒരു ക്രാഫ്റ്റ് ഉണ്ടാവണേ. സോ അങ്ങനെ വെൻ ഇറ്റ് ട്രാൻസ്ലേറ്റഡ് ഓൺ സ്ക്രീൻ അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഇമോഷണലി ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു കാലഘട്ടം കൂടെ അത്യാവശ്യം കുറച്ച് സമയമെടുത്ത് ഷൂട്ട് ചെയ്ത പടമാണ്. കുറച്ചധികം സമയമെടുത്ത് ഷൂട്ട് ചെയ്ത പടമാണ്. സോ ഒരു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു കറക്റ്റ് ഒരു 1-2 വർഷം ശരിക്കും ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ പാരലൽ ഫാമിലി. വേറൊരു നമ്മളുടെ തന്നെ ഒരു എന്താ പറയുക, വേറൊരു മുഖം നമ്മളെ തന്നെ കാണിച്ചു തന്ന കുറേ മൂമെൻറ്റ്സും കുറേ എക്സ്പീരിയൻസസും കുറേ റിലേഷൻഷിപ്സും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരുമിച്ച് വയ്ക്കുമ്പോഴത്തേക്കും there is an energy that is witnessing and guiding all of us forward, you know. Sometimes it is that of Rajiv, sometimes it's that of Gopan Chetan, you know. അങ്ങനെ God energy തന്നെയാണ്, ടീം വർക്ക് ആണ്. ടീം നിങ്ങൾ നേരത്തെ പ്ലേ കണ്ടിട്ടില്ലേ? പ്ലേ കണ്ടിട്ടില്ല. പ്ലേ കുറച്ചു കാലം മുന്നത്തെയാണത്. അപ്പോൾ സോ ലൈക്ക് ഇസ് ദർ എ റീസൺ ലൈക്ക് ഇങ്ങനെ നിങ്ങളുടെ ക്യാപ്റ്റൻ ആസ് യു കോൾ പറഞ്ഞിരുന്നു ആസ് ഇൻ പ്ലേ കാണണമെന്നോ കാണണ്ടെന്നോ, ഓർ വാസ് ദാറ്റ് ജസ്റ്റ് നാച്ചുറലി എങ്ങനെ പോയത്? ഇത് അങ്ങനെയല്ല. തുറമുഖം എന്ന് പറയുന്നത് അത്യാവശ്യം കലയെ സ്നേഹിക്കുന്ന ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൻ്റെ അകത്ത് തോട്ട് എന്ന് പറയുന്നത് റിയൽ ലൈഫ് ഇൻസ്പിറേഷൻസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, റിയൽ ലൈഫ് ഇമോഷൻസ്, എക്സ്പീരിയൻസസ് ഒക്കെ
സിനിമാറ്റിക് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വിത്ത് ലിറ്റിൽ ഓഫ് ഫിക്ഷൻ ക്യാരക്ടേഴ്സ് ആഡഡ് am I right? യെസ് അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ കുറേ നടന്ന സംഭവങ്ങളും പിന്നെ അന്ന് കാലഘട്ടത്തിലുണ്ടായ കുറേ ലേബേഴ്സ് ഫേസ് ചെയ്ത ഇഷ്യൂസ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സോൾ എന്ന് പറയുന്നത് നടന്ന കാര്യങ്ങളാണ്, സത്യമുള്ള നടന്ന കാര്യങ്ങൾ. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും പറയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പെരിഫറൽ എക്സ്ട്രാ ഇതൊന്നും ഇല്ലാതെ ആസ് ജെന്യുവൻ ആൻഡ് ആസ് ഓണസ്റ്റ് ഇസ് ദ വേർഡ്. എത്ര ആത്മാർത്ഥതയോടെ ഓണസ്റ്റോടുകൂടി പറയാൻ പറ്റുന്നോ ആ രീതിയിൽ ഒരു ശ്രമമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഫിലിം പ്രീമിയർ ചെയ്ത് ഈ കൊല്ലം റോട്ടർഡാമിലായിരുന്നല്ലോ. സോ ആ ഒരു ഇതിൽ ലൈക്ക് ജനറൽ റെസ്പോൺസസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഫ്രം ലൈക്ക് മേ ബി ക്രിറ്റിക്സ് ഓർ സംതിങ്. അങ്ങനെ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ലൈക്ക് വാട്ട് പീപ്പിൾ ഹാവ് ബീൻ റെസ്പോണ്ടിങ്? നിങ്ങൾ സോ യുവർ നെക്സ്റ്റ് വീക്ക് വെയിറ്റ് ചെയ്യും വൺസ് ദ ഫിലിം റിലീസ്. പക്ഷെ എനിക്ക് തോന്നുന്നു തുറമുഖത്തിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു അവരുടേതായ ഒരു നേട്ടമുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് കമേഴ്ഷ്യൽസ് എന്ന് പറയണമെങ്കിൽ അത് സിനിമ ഇറങ്ങണം. പക്ഷെ അല്ലാത്ത പക്ഷം ഇൻ ടേംസ് ഓഫ് ദ ജേർണി, ദ ക്യാരക്ടേഴ്സ്, ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ബീങ് an actor, as being able to perform something on screen so beautiful individually. അത് മെയിൻ ക്യാരക്ടേഴ്സിനെ അല്ലാതെ തന്നെ സിനിമയിൽ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും ഇൻ ടേംസ് ഓഫ് ആർട്ട് ഭയങ്കര ടേക്ക് ബാക്ക് തന്നെയാണ് അതിനകത്തൊരു. സോ ബേസിക്കലി ലൈക്ക് നിങ്ങൾ ഈവൻ ബിഫോർ യു ഗെറ്റ് ദ റെസ്പോൺസ് ഫ്രം ദി ഓഡിയൻസ് യു ആർ സാറ്റിസ്ഫൈഡ് എന്നാണ്. അല്ല, നമ്മള് അത്രയും നാള് വർക്ക് ചെയ്തതിന്റെ ഒരു സാധനം ഇറങ്ങാൻ പോവാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആൻഡ് സ്പെഷ്യലി തുറമുഖം എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് നമുക്ക് കൂടുതലാണ് അത്, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഹിറ്റ് ദ സ്ക്രീൻസ് വെരി സൂൺ. ആൾക്കാർ കാണണം. സോ വി ആർ ഓൾ ഇത് ഓഫ് കോഴ്സ് ഇപ്പോൾ റീസെൻറ്റ് വന്ന ഡിബേറ്റ് ആണ് വിച്ച് ഇസ് തിയേറ്റർ ഓർ OTT പ്ലാറ്റ്ഫോം. ആൻഡ് സിൻസ് യു ഹാഡ് an experience with an OTT film, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ആസ് an artist? തിയേറ്റർ തന്നെയല്ലേ തിയേറ്റർ. എന്റെ വിശ്വാസം തിയേറ്ററിൽ പോയി കാണേണ്ട പടങ്ങളാണ് എല്ലാ പടങ്ങളും. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു എൻ്റെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് വീട്ടിൽ പടം കാണിക്കുമ്പോൾ ഇടക്കുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എനിക്ക് പ്രാന്താവും. ഞാൻ പറയാറുണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലും ആൾ ഫോണൊക്കെ എടുത്ത് ഞാൻ ചേട്ടാ പടം കാണുക എന്ന് വെച്ചാൽ. അപ്പോൾ OTT ആകുമ്പോൾ എളുപ്പമാണ്, നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണാം. അത് അതിൻ്റെ ഒരു രീതിയുണ്ട്. പിന്നെ പാൻഡമിക് പീരീഡ് വന്നപ്പോൾ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് OTT-ലേക്ക് കയറേണ്ടി വന്നു. അപ്പോൾ OTT-ക്ക് അതിൻ്റെതായിട്ടുള്ള പരിപാടികളും കിട്ടും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. കാരണം അജഗജാന്തരം പോലത്തെ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിൽ പുറത്ത് കാണുമ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക്, സൗണ്ടിന് വർക്ക് ചെയ്ത ആൾക്കാരും ഇത്രയും ക്രൗഡിന് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി അത് ഫീൽ ചെയ്യണം. ആ ഫീലിംഗ് നമുക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് കണ്ടാലും ചിലപ്പോൾ കിട്ടില്ല. OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന പടങ്ങളുണ്ട്, അത് ആ രീതിക്ക് അത് പടങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ഫിലിമിൽ ഹാസ് ദർ ബീൻ മച്ച് മോർ ഹൈപ്പ് ബിക്കോസ് ഓബ്വിയസ്ലി ലൈക്ക് യു സെഡ് കുറേ ഇയേഴ്സ് എടുത്തത് ഉണ്ടാക്കാൻ, പിന്നെ ഇറ്റ് വാസ് പോസ്റ്റ്പോൺ ബിക്കോസ് ഓഫ് ദ പാൻഡമിക്. സോ അതല്ല ഇത് തൊണ്ടയിൽ ചെറിയ കിച്ച് കിച്ച് പാൻഡമിക്. സോ നിങ്ങളുടെ ഉള്ളിൽ ആ ഹൈപ്പ് ബിക്കോസ് ഓബ്വിയസ്ലി ഓഡിയൻസ് വെരി ഹൈപ്ഡ്, മച്ച് സോ ഹൈപ്ഡ്. ആ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ തന്നെ വിത്ത് നിവിൻ പോളിയുടെ അങ്ങനെ സ്മോക്ക് ചെയ്തിട്ടൊരു വീഡിയോ വെച്ച് അപ്പം തന്നെ ലൈക്ക് എൻറ്റയർ കേരള സ്റ്റാർട്ടഡ് വൈബ്രേറ്റിംഗ് ഇൻ ആൻറ്റിസിപ്പേഷൻ. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിന്ന് എങ്ങനെയാണ് ലൈക്ക് വാട്ട് ഈസ് യുവർ ഇത്രയും ഒരു ജേർണി ഓഫ് അവൈറ്റിംഗ് ദ റിലീസ് വിച്ച് ഇസ് സോ ക്ലോസ് നൗ? ദിസ് ഫൈനലി ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, സോ മോർ ഔട്ട്കം പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്ക്രീനിൽ എത്തി എന്ന് തന്നെ നമുക്ക് വലിയ സമാധാനമുള്ള കാര്യം എല്ലാവർക്കും. ഇനി ഇതിൻ്റെ ഔട്ട്കം എന്ത് വന്നാലും നമുക്കത് ബോണസാണ്. ഓക്കെ, ബിക്കോസ് ആസ് ഇൻ ടേംസ് ഓഫ് ക്രാഫ്റ്റ് വി നോ വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. എല്ലാവരും സിനിമയിലുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായി അത് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോസസ്സും എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടൊരു മൂവി ആയിട്ട് കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഓൾ ടുഗെദർ ഒരുമിച്ച് നമ്മളെല്ലാവരും നമ്മുടേതായ ഭാഗങ്ങളെ കുറച്ച് കണ്ടിട്ടു. സിംഗ് സൗണ്ട് ആയതുകൊണ്ട് ഡബിങ്ങും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പാച്ച് വർക്ക് അങ്ങനത്തെ കണ്ടിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങളും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണാൻ പോകണം. ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പ്രിവ്യൂ ചിലപ്പോൾ വെക്കും, കൺഫേം ആയിട്ടില്ല പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ തിയേറ്ററിൽ പോയി ആൾക്കാരെ കൊണ്ടുവന്ന് എനിക്ക് പടം കാണണം എന്നുള്ള. അപ്പോൾ അത്ര എക്സൈറ്റഡ് എല്ലാവരും. So more on the movie once again, the trailer. If I were to guess, this is a story which happens across ഒരു few years ആണോ, ലൈക്ക് ആൾക്കാർ ഗ്രോ ചെയ്ത് ആ ഒരു ഇയർ തന്നെ ആ ഇയർ ടൈം പീരീഡ് രണ്ട് ടൈം ഫ്രെയിമില്ലേ? 40s ഉം 50s. 40s ഉം 50s. പിന്നെ അതിന് മുന്നേ ഡെക്കേഡ്. അർജുൻ്റെ കുഞ്ഞായിട്ടല്ല യങ് ഏജ് ആയിട്ട്
മൂന്ന് കാലഘട്ടമുണ്ട്. അതിൻ്റെ അകത്ത് പ്രോമിനന്റ് ആയിട്ടുള്ളത് ലാറ്റർ ഹാഫ് ആണ്, 50s to 1950s to ഇനീഷ്യലി ലൈക്ക് യങ് ആവുമ്പോൾ തൊട്ട് ലൈക്ക് ടിൽ യു ആർ ആൻ അഡൾട്ട്. പക്ഷെ അങ്ങനെ സിനിമയിൽ അങ്ങനെ പ്രോമിനന്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നതാണ് ലേറ്റർ ഹാഫ്. ഓക്കെ, സോ ഇറ്റ്സ് മറ്റേത് ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കണ പോലെ. വാട്ട് യു മീൻ. സോ ആ ടൈം ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങളും ഓബ്വിയസ്ലി വിതിൻ ലാസ്റ്റ് 10 years കുറേ ഷിഫ്റ്റ് ചെയ്തല്ലോ. ലൈക്ക് 10 years ago ടിക്ടോക്ക് ഇസ് നോട്ട് എ തിങ്. സോ സിമിലർലി നിങ്ങൾ അതും നോട്ടീസ് ചെയ്തോ വിത്ത് ദ സെറ്റ് ഡിസൈനോ വോട്ടെവർ, ആസ് ഇൻ അക്രോസ് ഇയേഴ്സ് പോകുമ്പോൾ ആസ് ഇൻ നിങ്ങൾ ക്ലോത്തിങ് ചേഞ്ച് ചെയ്യും ബിക്കോസ് ഫാഷൻ ചേഞ്ചസ് അക്രോസ് ഡെക്കേഡ്സ്. അങ്ങനെ അതേപോലെ നിങ്ങളും വല്ലതും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തോ? ബേസിക്കലി ലേബേഴ്സിന്റെ ലേബേഴ്സിന്റെ കഥയാണ്. കിടക്കണത് കുഡിലാണ്, കള്ളിയും കൊണ്ട് ഷർട്ടാണ്, ചെരുപ്പ് പോലും കളർ പോലും ഈ പറഞ്ഞ പോലെ അവ ഉണ്ടായിരുന്ന കളേഴ്സ് വരെ വളരെ കുറവാണ്. മേ ബി ആ ഹോംവർക്ക് വേണമെങ്കിൽ രാജീവിന്റെ ആ ഒരു ഹോംവർക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സർട്ടൻ സെറ്റ് ഓഫ് കളേഴ്സ്, അതൊക്കെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാവരും തറോ ഹോംവർക്കാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവൂലും ഇല്ല അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. ഒന്നിവിടെ വരാം, ഒന്ന് പിടിക്കോ? ഇപ്പൊ പീപ്പിൾ ആർ എക്സ്പോസ് ടു മോർ ഫിലിംസ്. IFFK റീസെന്റ് നടന്നു. അതിന്റെ ചെറിയ മാറ്റം പറയുകയാണെങ്കിൽ പടം ഇറങ്ങണം. കാരണം അതിൽ സീക്വൻസ് ഉണ്ട്, മറ്റേ മട്ടാഞ്ചേരി മൊയ്തീന്റെ ഒരു മാറ്റം ഉണ്ട്. അത് പടത്തിലെ മെയിൻ സീക്വൻസ് ആണ്. അപ്പൊ അതിൽ മാത്രമല്ല അതിന്റെ മാറ്റം നമുക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മേ ബി സെക്കൻഡ് വാച്ച് തേർഡ് വാച്ച് ആകുമ്പോഴാണ് ക്ലിയർ മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുക. യുനോ അപ്പോൾ ഇത് ഞാൻ മിസ് ചെയ്തല്ലോ. So that is the kind of detailing they've got done. പക്ഷെ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെയാണ്. മോർ ലൈക്ക് നിങ്ങളെ കുറച്ചും കൂടി ഇനീഷ്യലി ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്. ദിസ് ഇസ് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴും യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ എവിടെയായാലും എവറി കമൻറ്റ് അബൌട്ട് യു ഇസ് ലൈക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആളാണ്, ഭയങ്കര ഒരു ഇന്നസെൻറ്റ് ഫേസ് ആണ്, ഭയങ്കരമായിട്ട് സ്ക്രീനിൽ ചെയ്യാൻ. സോ വാട്ട് ഐ വാണ്ട് ടു ആസ്ക് ഇസ് അത് ആക്ച്വലി ഇസ് ദാറ്റ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഈസ് ഓർ ഇസ് ഹി ദാറ്റ് ഗുഡ് ആൻ ആക്ടർ ദാറ്റ് എവരി വൺ thinks he is innocent പക്ഷെ actually as a existential question ആണ്. Are you actually that good in acting or are you natural എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പറഞ്ഞോ? You have convinced everyone that you are. അത് മെയിൻലി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആദ്യം 2 പടം ചെയ്തു, ഓർക്കുട്ടിൽ ഓർമ്മക്കൂട്ട് ടുലറ്റ് അമ്പാടി ടോക്കീസ്. അത് നല്ല രീതിക്ക് തിയേറ്ററിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായില്ല. അപ്പോൾ ആ പടത്തിന് കിട്ടിയ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പിന്നീട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പറവ എന്ന പടത്തിൽ ചെല്ലുന്നത്. അപ്പോൾ ആ പടത്തിന് ഷൂട്ടിന് 3 മാസം മുമ്പ് ഞാൻ ജോയിൻ ചെയ്യും. ആ ഹോംവർക്ക് എനിക്ക് കിട്ടിയാണ് പ്രോപ്പറായിട്ട് വിത്ത് കോസ്റ്റ്യൂം. എനിക്ക് അവിടെ കാണിച്ചു തരിക ആൾക്കാരെ. ഒന്നും എൻ്റെ കൊച്ചി സ്ലാങ് സ്റ്റക്കായത് അവിടെയാണ്. അപ്പോൾ അത്രയും നമുക്ക് അങ്ങനത്തെ ഒരു പടങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ സൗബിക്ക പറഞ്ഞു തരും. അങ്ങനെയാണ് എനിക്ക് അതിലേക്ക് ആൾക്കാർ കണ്ടപ്പോൾ നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിപാടി സൗബിക്ക ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ബിടെക് ചെയ്തപ്പോൾ വേറെ തന്നെ ക്യാരക്ടർ പിടിക്കുക എന്നുള്ള കാര്യവും, പിന്നെ അവിടെ നിന്ന് വരുത്തം ചെയ്യപ്പോൾ അമലയുടെ ഹെൽപ്പിലൂടെ എനിക്ക് വില്ലനാകാൻ പറ്റി. പിന്നെ അവിടെ നിന്നാണ് പിന്നെ തുറമുഖത്തിലെത്തിയപ്പോൾ വേറൊരു ക്ലാസ്സും. അപ്പോൾ എല്ലാ സ്റ്റേജസും ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ കാണണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇവോൾവ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് എനിക്ക് തോന്നുന്നു നല്ല പടം തന്നെയായിരുന്നു മിക്കതും അഭിനയിച്ചത്. നല്ല രീതിക്ക് വർക്കൗട്ട്, നല്ല റെസ്പോൺസുള്ള പടങ്ങളായിരുന്നു തിയേറ്ററിൽ എല്ലാ പടം ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയും ആ ട്രെൻഡ് എന്താണെന്നുള്ള ഒരു കാര്യം പറയും. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ഞാൻ മാറി മാറി ചെയ്യാൻ നോക്കി, അങ്ങനത്തെ പടങ്ങൾ കിട്ടിയതുണ്ട്. അപ്പോൾ കുറച്ച് നല്ല രീതിക്ക് ആകാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഫിലിമിൻ്റെ തീം എന്ന് പറയുന്നത് ലൈക്ക് യു ലേബേഴ്സ്, ഒരു വർക്കിംഗ് ക്ലാസ് ആളുടെ ഒരു അപ്രൈസിങ് അങ്ങനെയാണല്ലോ. സോ ആസ് ഐ ഹവ് കം ടു ഫൈൻഡ് ഔട്ട് ലൈക്ക് ജസ്റ്റ് കുറച്ച് വരാം ലൈക്ക് ഐ ലേൺ ഫ്രം ദ പീപ്പിൾ ദാറ്റ് യു ഹാഡ് ഒരു കാർ വാഷ് ആൻഡ് ആ കാർ വാഷിൽ കാറിലിരുന്നിട്ടൊക്കെയാണ് സ്ക്രിപ്റ്റ് കേട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ടായിരുന്നു ആ ഒരു ഒരു കുറച്ച് ടു ആൻ എക്സ്റ്റെൻഡ് ഐ ഡിഡ്ന്റ് ഈവൻ എൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു basically ഒരു ബേക്കറി cafe. It's a cafe like you've worked which is famous. All my students are going to Panic. ഇപ്പണ്ട് ബീൻസ് ആൻഡ് ബെറീസ് still existing അവിടെ. എൻ്റെ ഫ്രണ്ടിന്റെ കോഫി ഷോപ്പ് ആയിരുന്നു. So I used to be there. എൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ പടത്തിൽ വന്ന എനിക്ക് മുമ്പ്. So അങ്ങനെ so you are also moreover it's Rajagiri college. I have stories to say. അപ്പോൾ so അതുകൊണ്ട് so did that translate well because you are also ആ ഒരു initial struggle when you get into movies അങ്ങനെ over a period of time did that experience translate into ആ സമയത്തൊന്നും എനിക്ക് ആക്ടർ ആണെന്നുള്ള ചിന്ത പോലും ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും നമുക്ക് ലൈക്ക് മെന്റലി ഓക്കെ ഇങ്ങനെ നിന്നാൽ എന്തായിരിക്കും എന്നുള്ള ചിന്ത ഒരിക്കലും ആലോചിക്കണ പോലും ഇല്ല. പിന്നീടാണ് പറവയിൽ ഒരു ചാൻസ് കിട്ടി കയറുന്നത്. അപ്പോൾ അതെനിക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായി തന്നുണ്ടാവും.
അല്ലാണ്ട് ഓക്കെ സോ മനസ്സിലായി. നമ്മൾ ഇതിന് മുൻപ് കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് ഹോംവർക്ക് ചെയ്തപ്പോൾ വി വെൻ ത്രൂ യുവർ സോഷ്യൽ മീഡിയ. സോ വൺ ക്വസ്റ്റ്യൻ ഫോർ ഈച്ച് ഓഫ് യു സ്റ്റാർട്ടിങ് വിത്ത് താങ്കളുടെ അടുത്ത്. യു ആർ ഡി ജെയിങ് ഇൻ ബാംഗ്ലൂർ അറ്റ് സം പോയിന്റ്. കുറച്ചൊരു ഡി ജെ ഒക്കെ ചോദിക്കാണ്ടായിരുന്നു. വാട്ട് വാസ് യുവർ ഡി ജെ നെയിം? പേര് അർജുൻ തന്നെയായിരുന്നു. അർജുൻ. The names as it all. അല്ല A പക്ഷേ tagline അല്ല. അല്ല അർജുൻ അശോകൻ തന്നെയായിരുന്നു. അർജുൻ അശോക്. പക്ഷെ O 2 കൊണ്ട് ഇസഡ് അങ്ങനെയൊന്നും ഇല്ല. ബിക്കോസ് ദാറ്റ്സ് കുറെ ശ്രമിച്ചു നോക്കി പല പല പേരിലും, പക്ഷെ നടന്നില്ല. സ്വന്തം എല്ലാം കച്ചറ പേരായിരുന്നു. അല്ല ബിക്കോസ് ഐ വുഡ് തിങ്ക് DJ ആഷ് എന്നാണ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടത്. അതാ ചില ആൾക്കാർ ഇടുന്നത് അങ്ങനെയാണ്. അവരായിട്ട് ഇട്ടതാണ്. അവരായിട്ട് ഇട്ടതാ. നിങ്ങളായിട്ട് വളരെ അറിയില്ല. അല്ല DJ ആഷ് എന്നാണ് ഞാൻ പക്ഷെ നേരത്തെ അത് ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ I missed the rest. I really missed the Mishan Darshan. സോ പക്ഷേ യു ആർ ബേസിക്കലി DJ അർജുൻ അശോകൻ. അർജുൻ ആഷൻ തന്നെയായിരുന്നു. ഇത്ര നേരം നമ്മളെ പൊരിക്കാറില്ല, എന്തെങ്കിലും പൊരിക്കണ്ടേ? But isn't it so cool? അർജുൻ Isn't he the coolest? DJ He's ആഷ് a cool dude. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ DJ അർജുൻ അശോകൻ എന്ന് പേര് വെക്കാൻ എന്തായാലും ഭരിക്കും. ഒറ്റ അലമ്പില്ല ഇത്. ഇതിപ്പോ നിങ്ങള് ഉത്സവത്തിന് പോണ അവസ്ഥയായിരിക്കും DJ അർജുൻ അശോകൻ. അല്ല DJ ആസ് ഇപ്പൊ ഡിഫറൻസ് ബീങ് കേരളത്തിലാണ് ഓഫ് കോഴ്സ് ഇഫ് യു വർ ടു DJ ആൻഡ് യു സേ എന്താണ് ഓൾ ഓഫ് യു മേക്സ് നോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാ ഇവൻ നമ്മുടെ അടുത്ത് നോയ്സ് ഉണ്ടാക്കാൻ പറയാൻ പ്രശ്നം. പക്ഷെ ബാംഗ്ലൂരിൽ എന്താ DJ ആഷസ് ലൈക്ക് ബാംഗ്ലൂരിലെക്കാട്ടും കൂടുതൽ ചെയ്തേക്കണ ഇവിടെയാണ്. ഇവിടെയാണ്. ഓക്കെ സോ യുവർ കേരള സോൺ DJ ആഷ്. ബാംഗ്ലൂരിൽ നമ്മൾ ഇടയ്ക്ക് പോകുമ്പോൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുന്ന പരിപാടി പോലെയായിരുന്നു. ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോ ഭയങ്കര പേരാണല്ലോ. ബാംഗ്ലൂർ സോ അപ്പൊ അങ്ങോട്ട് പോയിട്ട് നിൽക്കും, എന്നെ വിളിക്കും. ബാംഗ്ലൂരിൽ DJ വരണ്ടോ? ഓക്കെ. ഇത് അല്ലൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യണം. ഐ തിങ്ക് ഇറ്റ് വാസ് ഇവിടെ DJ അർജുൻ അശോകനെ ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വന്നപ്പോൾ DJ ആഷ് ആയതാണോ? ഇല്ല, ഇവിടെ തന്നെ പേര് മാറ്റിയിട്ടാ പോണത്. ഓക്കെ സോ അവിടെ പക്ഷെ ഇവിടെ മാറ്റിയാലും ആർക്കും അറിയില്ലായിരുന്നു. അവിടെ നിന്ന് വിളിക്കുമ്പോൾ വരുന്നത് അർജുൻ ആഷ്. ഓക്കെ, അർജുൻ ആഷ്. ഓക്കെ സോ ഇപ്പോഴും സർവീസസ് ഉണ്ടോ ആസ് എ DJ? ആഗ്രഹമുണ്ട്, പക്ഷെ ആരും വിളിക്കണില്ല. ഇപ്പോൾ സോ ടു ദി ഓഡിയൻസ് DJ ആഷ് അവൈലബിൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രം യുവർ സൈഡ് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദി ഇൻസ്പിറേഷൻ ഫോർ യുവർ ഡോട്ടേഴ്സ് സൗത്ത് ഇംഗ്ലണ്ട് പോഷ് ആക്സെന്റ്, ദ ബോട്ടിൽ ഓഫ് വാട്ടർ? അതും കൂടെ പറയണം. സോ ദാറ്റ് ബ്രിങ്സ് us to the end of part 1. പക്ഷെ പേടിക്കണ്ട, ദർ ഇസ് എ പാർട്ട് 2. സോ പാർട്ട് 2-നകത്ത് ഒരു പുതിയ അതിഥി നമ്മളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ അവരുടെ വിശേഷം അറിയാനും എൻ്റെ അട്രോസിറ്റീസ് കാണാനും വേണ്ടിയിട്ട് പ്ലീസ് ജോയിൻ us ഫോർ പാർട്ട് 2. വൈൽ നിങ്ങളിവിടെ എൻ്റെ വരെ എത്തിയല്ലോ, കൺഗ്രാറ്റ്സ് ഫോർ എന്നെ കൂടെ സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ ദയത്തോടെ പ്ലീസ് പൊളൈറ്റ്ലി കമൻറ്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, അപ്പോൾ പാർട്ട് 2-ൽ നമുക്ക് കാണാം. ശരി, ബൈ.